വിവാഹം കഴിക്കാൻ പോവാണ്. അപ്പോൾ വരുന്ന ആൾ ഡൗറി ഒന്നും ആദ്യം വേണ്ടാന്ന് പറയുന്നു. പക്ഷേ ചെന്ന് കയറുന്ന വീട്ടിൽ അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാകുന്നു. ഒരു കലാകാരിയാണ്, ഡൗറിയിൽ കൂടുതൽ എതിർത്തിക്കുന്ന ഒരാളാണ്. എങ്ങനെ പ്രതികരിക്കും? ഉറപ്പായിട്ടും ഞാനത് സഹിച്ച് അവിടെ നിൽക്കില്ല. കാരണം എനിക്ക് എൻ്റെ ലൈഫ് എനിക്ക് നോക്കണം. അവിടെ നിന്ന് പോയാൽ ചിലപ്പം നാളെ എനിക്ക് എന്ത് പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇപ്പം ഒരുപാട് പൈസ, ഒരുപാട് കാശ് വേണം, സ്വത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ നാളെ എന്തും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പാർട്ട്ണറെ എനിക്ക് ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ വെക്കും. അപ്പോൾ എങ്ങനെയുള്ള പാർട്ട്ണറാണ് കൂടുതൽ? കാര്യം ക്വാളിഫൈഡ് ആണോ, അല്ലെങ്കിൽ നല്ല ജോലി വേണോ, സൗന്ദര്യം വേണോ, അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ നിങ്ങൾക്കുള്ള പ്രായം ഇപ്പം എനിക്കൊന്ന് കല്യാണിക്ക് ഒരു 25-26 ഏജ് കാണും. എൻ്റെ പ്രോസ്പെക്റ്റിൽ പറയുകയാണ്. അത് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും ചിന്ത എങ്ങനെയുള്ള ഒരാളെ വേണമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് തോന്നും. അതായത് നമ്മൾ വളരെ ടീനേജ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ചോക്ലേറ്റ് ബോയ് ആയിരിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ല. ഓരോ പ്രായം കഴിയുമ്പോഴത്തേക്കും നമുക്കത് മാറി മാറി വരും. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഏത് പ്രായത്തിലെത്തിയിരിക്കുന്നത്? ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ കരിയർ അതെനിക്ക് കല്യാണം കഴിഞ്ഞാലും എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് എനിക്ക് പറ്റണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായാലും. അപ്പോൾ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. പിന്നെ ഓഫ് കോഴ്സ് കെയറിങ് ആയിരിക്കണം, ലവിങ് ആയിരിക്കണം. അതൊക്കെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. മെയിൻലി നിങ്ങളുടെ ഈ ഒരു മേഖലയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മേഖലയാണ്, സപ്പോർട്ടിങ് കുറവുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ടൈമിംഗ് എന്നൊക്കെ പറയുന്നത് രാവിലെ ഞങ്ങൾ ഒരു 6:30 തൊട്ട് നൈറ്റ് 9:30 വരെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഫാമിലിയിൽ മാത്രമേ, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കാൻ പറ്റൂ. എല്ലാവർക്കും ആ ഒരു മനസ്സുണ്ടാവണം എന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ കരിയറും ആ ഒരു ഇതും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം എന്ന് എനിക്കുണ്ട്. പിന്നെ അങ്ങനെ അങ്ങനെ ഭയങ്കര വലിയ ജോലി ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ പറ്റണം, അങ്ങനെയൊക്കെ എനിക്കുള്ളൂ. അങ്ങനെ ഭയങ്കര അങ്ങനെ ഒരു ഡ്രീമോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ വരുന്ന കോൺട്രവേഴ്സീസ് ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? കാര്യം ഇപ്പോൾ എനിക്ക് കല്യാണിയുടെ ഒരു ഫോട്ടോ ഇപ്പോഴല്ല, ഒരു 6-7 മാസം മുൻപ് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ എല്ലായിടത്തും നോക്കിയായിരുന്നു. അപ്പം ഏത് ചാനൽസാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിനകത്ത് കോൺട്രവേഴ്സീസ് ആയിട്ടുള്ള കുറേ കല്യാണിയെ കുറിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസ്, മോഡൽ ഫോട്ടോസ്, അതായത് കുറേ ജീൻസും അല്ലെങ്കിൽ കുറേ വെസ്റ്റേൺ മോഡൽസ് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുള്ളൊരു കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നു. ഇവളെന്താണ് ഇങ്ങനെ, ഇവള് ഭയങ്കര പുണ്യാളത്തിയാണല്ലോ ചമഞ്ഞ് നടക്കുന്നത്, അങ്ങനെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു കമൻസ് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് എടുത്തു കൊണ്ടുവരാൻ മറന്നുപോയി. ഞാനത് ഇന്നലെയാണ് ഞാനത് കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? കാര്യം അതങ്ങനെ കണ്ടിരുന്നോ കണ്ണിൽ അങ്ങനെ ഫോട്ടോസൊക്കെ വന്നത്? പക്ഷെ അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് താങ്കൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയുന്ന പോസ്റ്റ് ഞാനത് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കോൺട്രവേഴ്സിയുടെ ഒന്നും പറയാനില്ല. കാരണം അത് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ലൈഫിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പം നമ്മൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവാം, ഇഷ്ടം പോലെ ഉണ്ടാവാം. അപ്പം ആദ്യമൊക്കെ അത് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ എന്നാലും അതെന്താ അങ്ങനെ പറഞ്ഞത് അങ്ങനെ തോന്നുമായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും ആരോ എവിടെയോ ഇരുന്ന് എന്തോ പറയുന്നു. പിന്നെ അതിനൊക്കെ നമ്മൾ എന്തിനാണ്, നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാൻ നിന്നാൽ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും. അങ്ങനെ നമുക്ക് ഹേർട്ട് ആവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ്, നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാനായിട്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് ഇരുന്നാൽ പോരെ എന്നുള്ളതായി. സാരി ഉടുക്കുന്നവർ എപ്പോഴും സാരി തന്നെ ഉടുക്കണമെന്നില്ലല്ലോ. അതെ, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഡ്രസ്സസ് നമുക്ക് യൂസ് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അധികാരമുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന കമൻസ് പറയുന്ന ആൾക്കാരോട് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക. എനിക്കൊന്ന് ഈ കമൻസ് ഇടാൻ വേണ്ടി മാത്രം കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന് ആയിരിക്കാം. ഇതെന്ന് തുറന്നു വെച്ച് ഒരു പണി ഇല്ലാത്തവരാണ് ഇത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഇത് നോക്കി 24 മണിക്കൂർ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല